സ്കൂൾ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട എല്ലാ തലങ്ങളിലും, ഔദ്യോഗിക തലങ്ങളിലും അനൗദ്യോഗിക തലങ്ങളിലുമൊക്കെ ഇപ്പോൾ പരക്കെ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് ഖാദർ കമ്മിറ്റി റിപ്പോർട്ട് എന്നത്. കേരളത്തിലെ വിദ്യാഭ്യാസത്തിൻ്റെ അലകും പിടിയും മാറ്റിക്കൊണ്ടുള്ള ഒരു റിപ്പോർട്ട് എന്ന രീതിയിലാണ് അത് തയ്യാറാക്കിയവർ തന്നെ അവകാശപ്പെടുന്നത്. ഏതോ ഒരു വലിയ മാഗ്ന കാർട്ട എന്ന മട്ടിലാണ് അതിനെ അവതരിപ്പിച്ചിരിക്കുന്നത്. എന്നാൽ വളരെ വിചിത്രമായിട്ടുള്ള ചില നിർദ്ദേശങ്ങളാണ് ആ റിപ്പോർട്ടിലുള്ളത് എന്നത് നാം കാണാതെ പോകരുത്. എന്താണ് യഥാർത്ഥത്തിൽ ഈ ഖാദർ കമ്മിറ്റി കൊണ്ട് ഉദ്ദേശിച്ചത്? ഇപ്പോഴും ഈ ഖാദർ കമ്മിറ്റി റിപ്പോർട്ട് സമഗ്രമായി പഠിച്ച് ഒരു ചർച്ച ഔദ്യോഗിക തലത്തിലും അനൗദ്യോഗിക തലത്തിലും നടക്കുന്നുണ്ട് എന്ന് കരുതാൻ വയ്യ. ഇതുമായി ബന്ധപ്പെട്ട ഏതാനും ചില തൽപര കക്ഷികളൊക്കെ ഇതിൻ്റെ ചില വകുപ്പുകളൊക്കെ പ്രത്യേകമായി എടുത്തു കാട്ടി അതിനെ ചുറ്റിപ്പറ്റിയൊക്കെയുള്ള ഒരു ചർച്ചകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനേക്കാൾ വളരെ രസകരമായ ഒരു സംഗതിയാണ് സർക്കാർ ഈ കാര്യത്തിൽ എടുത്തിരിക്കുന്ന നിലപാട്. രണ്ട് ഭാഗങ്ങളിലായിട്ടാണ് ഈ ഖാദർ കമ്മിറ്റി റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചത്. ഇപ്പോൾ മന്ത്രിസഭ ഈ റിപ്പോർട്ടിനെ കുറിച്ച് എടുത്ത തീരുമാനം നമ്മയൊക്കെ വളരെ അത്ഭുതപ്പെടുത്തുന്നതാണ്. അദ്ദേഹം ബഹുമാനപ്പെട്ട സ്കൂൾ വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞത് ഈ റിപ്പോർട്ട് താത്വികമായി അംഗീകരിച്ചിരിക്കുന്നു. എന്നാൽ അതിനുശേഷം 48 മണിക്കൂർ കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറയുന്നു ഇതിനകത്ത് പ്രായോഗികമായി നടപ്പാക്കാൻ ബുദ്ധിമുട്ടുള്ള നിരവധി നിർദ്ദേശങ്ങളുണ്ട്. അതുകൊണ്ട് ഇത് വകുപ്പുകൾ പ്രത്യേകമായി പഠിച്ചതിന് ശേഷം മാത്രമേ ഇത് നടപ്പാക്കുന്നതിനെ സംബന്ധിച്ചുള്ള തീരുമാനങ്ങൾ എടുക്കാൻ പറ്റുള്ളൂ എന്ന് അദ്ദേഹം തന്നെ പറയുന്നു. അപ്പോൾ ഈ സർക്കാർ തന്നെ ഈ റിപ്പോർട്ടിന്മേൽ സ്വീകരിച്ചിരിക്കുന്ന നിലപാടുകൾ പരസ്പര വിരുദ്ധമാണ്. അതാണ് നാം കാണേണ്ടത്. എന്നാൽ ഇതിനകത്തുള്ള ഒന്ന് രണ്ട് നിർദ്ദേശങ്ങൾ ഉദാഹരണമായി ഈ വീഡിയോയിൽ പറയാൻ ആഗ്രഹിക്കുന്നത് ഒരു സമൂഹത്തെ ആകമാനം ബാധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയത്തെക്കുറിച്ചാണ്. അത് മറ്റൊന്നുമല്ല, ഈ ഖാദർ കമ്മിറ്റി റിപ്പോർട്ട് പറഞ്ഞിരിക്കുന്നു സ്കൂൾ ക്യാമ്പസുകളിൽ രാഷ്ട്രീയമാകാം. ഇത് ആക്ഷരികമായി ഈ വിദ്യാഭ്യാസ പ്രവർത്തകരുടെ ഇടയിലും രക്ഷിതാക്കളുടെ ഇടയിലും വിദ്യാർത്ഥികളുടെ ഇടയിലുമൊക്കെ ഞെട്ടലുണ്ടാക്കിയിട്ടുണ്ട് എന്ന് പറയുന്നത് തന്നെയാണ് ശരി. ഇതിൻ്റെ പശ്ചാത്തലം എന്താണ് എന്നുള്ളതിനെ സംബന്ധിച്ച് അദ്ദേഹം വളരെ വിചിത്രമായ ഒരു വിശദീകരണവും നൽകുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് രാഷ്ട്രീയം ക്യാമ്പസുകളിൽ, ഈ സ്കൂൾ ക്യാമ്പസുകളിൽ അനുവദിച്ചില്ലെങ്കിൽ അവിടെ ഈ മദ്യം, മയക്കുമരുന്ന്, അതുപോലെ തന്നെ ജാതി മത സംഘടനകൾ ഒക്കെ ഉണ്ടാകും എന്നുള്ള ഒരു ന്യായമാണ്. കേരളത്തിൻ്റെ ചരിത്രത്തിൽ സ്കൂൾ ക്യാമ്പസുകളിൽ ഈ വർഗീയ ധ്രുവീകരണവും അങ്ങനെ വ്യാപകമായി ക്യാമ്പസിനകത്ത് മദ്യം അല്ലെങ്കിൽ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നതായിട്ടൊന്നും വലിയ വിവാദങ്ങളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള വാർത്തകളോ ഉണ്ടായിട്ടില്ല. ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നത് ശരിയാണ്. എന്നാൽ ആ ഒറ്റപ്പെട്ട സംഭവത്തിൻ്റെ പേരിൽ ഇപ്പോൾ പറയുകയാണ് ഈ സ്കൂൾ വിദ്യാഭ്യാസം കഴിയുമ്പോൾ കൊടുക്കുന്ന മറ്റൊരു ന്യായീകരണം, സ്കൂൾ വിദ്യാഭ്യാസം കഴിയുമ്പോൾ കുട്ടികളെല്ലാം വോട്ടവകാശമുള്ളവരായി പുറത്തു വരും എന്നുള്ളതുകൊണ്ട് രാഷ്ട്രീയ അഭ്യാസം നടത്തുന്നതിൽ തെറ്റില്ല എന്നുള്ളതാണ്. ഇവിടെയും വലിയൊരു വൈരുദ്ധ്യം കാണേണ്ടത് 2003 ബഹുമാനപ്പെട്ട സർക്കാരിൻ്റെ വകയായി പൊതുവിദ്യാഭ്യാസ വകുപ്പ് തന്നെ സ്കൂളുകളിൽ രാഷ്ട്രീയം നിരോധിച്ചുകൊണ്ടുള്ള ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. ആ ഉത്തരവ് നിലവിൽ പ്രാബല്യത്തിലുമാണ്. അപ്പോൾ ആ റിപ്പോർട്ടൊക്കെ, ആ ഉത്തരവ് ഇരിക്കുന്ന സന്ദർഭത്തിലാണ് ഇപ്പോൾ ഈ വിദഗ്ധ സമിതി പറഞ്ഞിരിക്കുന്നത് രാഷ്ട്രീയം ആകാം എന്നുള്ളത്. അപ്പോൾ അവിടെ തന്നെ ഇതിൻ്റെ ഒരു അടിസ്ഥാന ലക്ഷ്യം തന്നെ മാറിപ്പോയിരിക്കുന്നു എന്നുള്ളത് വളരെ വ്യക്തമാണ്. ഇത് ആർക്കും സ്വീകാര്യമായിട്ടുള്ള ഒരു നിർദ്ദേശം അല്ല. ഇത് അധ്യാപക സംഘടനകൾക്ക് രാഷ്ട്രീയമുണ്ടെങ്കിൽ പോലും സ്കൂൾ വിദ്യാഭ്യാസ മേഖലയിൽ രാഷ്ട്രീയ അടിസ്ഥാനത്തിലുള്ള പ്രവർത്തനങ്ങൾ പാടില്ല എന്ന് തന്നെയാണ് ബഹുഭൂരിപക്ഷം അധ്യാപക സംഘടനകളും വിശ്വസിക്കുന്നതും അതിനെ സമീപിക്കുന്നതും. വിദ്യാർത്ഥി സംഘടനകളൊന്നും അത്ര വലിയ ആവേശത്തോടുകൂടി സ്കൂൾ ക്യാമ്പസുകളിൽ രാഷ്ട്രീയം വേണം എന്ന് വാദിക്കുന്നില്ല. മനസ്സിൽ താല്പര്യമുണ്ടെങ്കിലും അല്ലെ രഹസ്യമായി അതൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും അത് പരക്കെ പൊതുസമൂഹവും അംഗീകരിച്ചിട്ടില്ല. അങ്ങനെയുള്ളപ്പോഴാണ് ഈ ഒരു വിചിത്രവാദവുമായി, ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഈ നിലവിലുള്ള സമാധാന അന്തരീക്ഷത്തെ കെടുത്തുന്ന രീതിയിൽ സ്കൂൾ വിദ്യാഭ്യാസ ക്യാമ്പസുകളും കക്ഷി രാഷ്ട്രീയത്തിൻ്റെ ക്യാമ്പസുകളായി മാറ്റുന്നു എന്ന് പറയുമ്പോൾ ഇത് വലിയ അപകടമാണ് വിളിച്ചു വരുത്തുന്നത്. ദൂരവ്യാപകങ്ങളായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും എന്ന കാര്യത്തിലും സംശയമില്ല. മറ്റൊരു വലിയ വിചിത്രമായ നിർദ്ദേശമാണ്
ഈ ഖാദർ കമ്മിറ്റി മുന്നോട്ട് വച്ചിരിക്കുന്നത്. അദ്ദേഹം പറയുന്നത് ഈ വിദ്യാഭ്യാസം എന്നത് ഈ സംസ്ഥാനത്തിൻ്റെ വിഷയമായി മാറ്റണം. അദ്ദേഹം ഭരണഘടനയെ പോലും വെല്ലുവിളിക്കുന്ന രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. ഭരണഘടനയിലെ വ്യവസ്ഥ അനുസരിച്ചാണ് വിദ്യാഭ്യാസം കൺകറന്റ് ലിസ്റ്റിലാക്കിയിരിക്കുന്നത്. ഇപ്പോൾ ഇദ്ദേഹം കണ്ടുപിടിച്ചിരിക്കുന്നത് കൺകറന്റ് ലിസ്റ്റിലായതുകൊണ്ടാണ് വലിയ കുഴപ്പം. അതുകൊണ്ട് സംസ്ഥാനത്തിൻ്റെ പൂർണ്ണ ചുമതലയുള്ള വകുപ്പായി വിദ്യാഭ്യാസ വകുപ്പിനെ മാറ്റണം എന്ന വലിയ ഒരു കണ്ടുപിടുത്തവുമായിട്ടാണ് ഈ റിപ്പോർട്ട് വന്നിരിക്കുന്നത്. അത് തന്നെ എത്ര അപ്രായോഗികമാണ്. അതിന് വളരെ വ്യക്തമായ കാരണമുണ്ട്. കാരണം കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്ന് കോടിക്കണക്കിന് രൂപയാണ് സ്കൂൾ വിദ്യാഭ്യാസ രംഗത്തെ പരിഷ്കാരങ്ങൾക്കും നവീകരണത്തിനും ഒക്കെയായി സംസ്ഥാനങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ സംസ്ഥാനത്തിൻ്റെ വിഷയം മാത്രമാകുമ്പോൾ സ്വാഭാവികമായി കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കുന്ന ഈ കോടിക്കണക്കുള്ള സഹായമൊക്കെ നഷ്ടമാവുകയില്ലേ? അപ്പോൾ എത്ര വിവേകശൂന്യമായ ഒരു നിർദ്ദേശമാണ് ഈ റിപ്പോർട്ടിൽ വെച്ചിരിക്കുന്നത്. ഒന്ന്, ഭരണഘടനയെ തന്നെ മാറ്റിമറിക്കുന്ന രീതിയിലുള്ള ഒരു നിർദ്ദേശം വയ്ക്കാൻ ഒരു കമ്മിറ്റിക്ക് എന്താണ് അവകാശം? അതുപോലെ തന്നെ വളരെ വിചിത്രമായ മറ്റൊരു നിർദ്ദേശമാണ് അതും അടിസ്ഥാനപരമായ ഭരണഘടനയിലെ ആർട്ടിക്കിൾ 30 ചോദ്യം ചെയ്യുന്നതാണ്. അദ്ദേഹം പറയുന്നു, സ്വകാര്യ എയ്ഡഡ് സ്ഥാപനങ്ങളിലെ അധ്യാപകരെ തിരഞ്ഞെടുക്കാൻ ഒന്നുകിൽ അത് PSCയെ ഏൽപ്പിക്കണം, അല്ല എന്നുണ്ടെങ്കിൽ അതിനായി പ്രത്യേക ഒരു അധ്യാപക നിയമന ബോർഡ് ഉണ്ടാക്കണം. അതും ഭരണഘടനയിലെ ആർട്ടിക്കിൾ 30 വിരുദ്ധമാണ്. കാരണം ആർട്ടിക്കിൾ 30 അനുസരിച്ച് ന്യൂനപക്ഷ സമുദായങ്ങൾക്ക് തങ്ങളുടെ ഹിതമനുസരിച്ച് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്താമെന്ന് വളരെ വ്യക്തമായി വിവക്ഷിച്ചിട്ടുണ്ട്. ആ സ്ഥാപനങ്ങളുടെ അധ്യാപകരുടെ നിയമനവും അവർക്ക് അവകാശപ്പെട്ടതാണ്. ന്യൂനപക്ഷ സമുദായങ്ങൾക്ക് അവകാശപ്പെട്ടിരിക്കുന്ന ഭരണഘടന അനുസരിച്ച് അവകാശമുള്ള ഒരു കാര്യത്തിൽ ഖാദർ കമ്മിറ്റി പറഞ്ഞിരിക്കുകയാണ് അതെല്ലാം PSCക്ക് വിട്ടുകൊടുത്ത് അല്ലെങ്കിൽ പ്രത്യേക നിയമന ബോർഡ് ഉണ്ടാക്കണമെന്ന്. അതും മറ്റൊരു വിവേകശൂന്യമായ ഒരു ശുപാർശയാണെന്നുള്ളതിനെക്കുറിച്ച് യാതൊരു തർക്കവുമില്ല. ഞാനിപ്പോൾ 2 ഉദാഹരണങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ കൺകറന്റ് ലിസ്റ്റിൽ നിന്ന് എടുത്തു മാറ്റുമ്പോൾ ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങളെക്കുറിച്ച് യാതൊന്നും ആലോചിക്കാതെ ഇത് സംസ്ഥാന പട്ടികയിൽപ്പെടുത്തണം എന്ന് പറയുന്നു. അതുപോലെ തന്നെ സ്വകാര്യ സ്ഥാപനങ്ങളിലെ എയ്ഡഡ് വിദ്യാലയങ്ങളിലെ നിയമനങ്ങളെ സംബന്ധിച്ച് ചരിത്രാതീത കാലം മുതൽ ഇതിനുള്ള അവകാശം മാനേജ്മെൻറ്റുകൾക്കാണ്. അത് ന്യൂനപക്ഷ സംരക്ഷണമുള്ളവരാണ്. അത് ഇപ്പോൾ തന്നെ അതിനെ സംബന്ധിച്ച് വലിയ വിവാദം ഉണ്ടാവുകയും അതിനെ ശക്തമായി ചില സംഘടനകൾ NSS ഉൾപ്പെടെയുള്ള സംഘടനകൾ അതിനെതിരായി രംഗത്ത് വന്നു കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ അതും പ്രായോഗികമായി കേരളത്തിലെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഒരു കാരണവശാലും പ്രായോഗികമായി നടപ്പാക്കാൻ കഴിയാത്തതാണ്. ഒരു കാലത്ത് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, ബഹുമാന്യനായ ആദരണീയനായ ജോസഫ് മുണ്ടശ്ശേരി മാസ്റ്റർ വിദ്യാഭ്യാസ മന്ത്രി ആയിരുന്നപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന വലിയ പ്രക്ഷോഭം, അതിൻ്റെ പേരിൽ ഒരു സർക്കാർ പോലും പുറത്തായ ഒരു ചരിത്രം, രാഷ്ട്രീയ ചരിത്രം കേരളത്തിനുണ്ട്. അപ്പോൾ ഇത് പൊടുന്നനവേ ഈ മാനേജർമാർക്കുള്ള അവകാശം എടുത്തു കളയുക എന്ന് പറയുന്നത് ഒരു തരത്തിലും കേരളത്തിൽ നടപ്പാക്കാൻ സാധ്യമല്ലാത്ത ഒരു നിർദ്ദേശമാണ്. ഇതുപോലെയുള്ള വളരെ ഉട്ടോപ്യനായിട്ടുള്ള കുറേ നിർദ്ദേശങ്ങളുമായിട്ടാണ് ഈ ഖാദർ കമ്മിറ്റി മുന്നോട്ട് വന്നിരിക്കുന്നത്. ഇത് ഗുണനിലവാരം ഉയർത്തണം എന്നൊക്കെ അദ്ദേഹം കുറേ സിദ്ധാന്തങ്ങൾ അതിനകത്ത് പറയുന്നെങ്കിലും ഒരു ഭാഗത്തൂടെ വിദ്യാഭ്യാസത്തിൻ്റെ ഗുണനിലവാരം ഉയർത്തണമെന്ന് പറയുകയും മറുഭാഗത്ത് ഈ സ്കൂൾ വിദ്യാഭ്യാസ ക്യാമ്പസുകളൊക്കെ രാഷ്ട്രീയ കളരികളാക്കണമെന്നൊക്കെ പറയുമ്പോൾ ഇത് വായിക്കുന്നവർക്ക് ചിരിക്കാനാണോ കരയാനാണോ തോന്നുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. അതുകൊണ്ട് ഈ ബഹുമാനപ്പെട്ട സ്കൂൾ വിദ്യാഭ്യാസ മന്ത്രി ഏറ്റവും ഒടുവിലെടുത്തിരിക്കുന്ന ഒരു നിലപാട് സ്വാഗതാർഹമാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. അദ്ദേഹം പറഞ്ഞു, ഇത് തത്വത്തിൽ മാത്രമേ ഈ റിപ്പോർട്ട് അംഗീകരിച്ചിട്ടുള്ളൂ. ഇതിനകത്തെ നിർദ്ദേശങ്ങൾ നടപ്പാക്കണമെന്നുണ്ടെങ്കിൽ ഓരോ നിർദ്ദേശത്തെക്കുറിച്ചും സമഗ്രമായി പഠിക്കണം എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ആദ്യമൊക്കെ അദ്ദേഹം ഈ റിപ്പോർട്ട് വളരെ ഗംഭീരമാണ് എന്നൊക്കെ പറഞ്ഞെങ്കിലും അദ്ദേഹം പതിവനുസരിച്ച് ഇപ്പോൾ അഭിപ്രായം മാറ്റി പറഞ്ഞിട്ടുണ്ട്. ഇത് പല നിർദ്ദേശങ്ങളും പ്രായോഗികമല്ല കേരളത്തിലെ സാമൂഹിക അന്തരീക്ഷത്തിൽ എന്ന് അദ്ദേഹം പരസ്യമായി സമ്മതിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇത് ഈ റിപ്പോർട്ടുകളുടെ സാധാരണ റിപ്പോർട്ടുകൾക്കുണ്ടാകുന്ന ദുരവസ്ഥ അല്ലെങ്കിൽ ദുരന്തം ഈ ഖാദർ കമ്മിറ്റി റിപ്പോർട്ടിനും ഉണ്ടാകുമെന്ന് കരുതിയാൽ അത് അധികപ്പറ്റാവുകയില്ല. ഇതിനകത്തെ കേരളത്തിലെ പ്രത്യേക സാഹചര്യങ്ങൾ ഇപ്പോൾ കൺകറന്റ് ലിസ്റ്റിൽ നിന്ന് കേരളത്തിലെ വിദ്യാഭ്യാസ സമ്പ്രദായം കേരളത്തിന് മാത്രമായി മാറ്റിയെടുക്കണമെന്നൊക്കെ പറയുമ്പോൾ എത്ര ബുദ്ധിശൂന്യമായിട്ടുള്ള നിർദ്ദേശമാണ് എന്ന് വേണം അതിനെ കരുതാൻ. അതുപോലെ ഭരണഘടന അവകാശം കൊടുത്തിരിക്കുന്ന ന്യൂനപക്ഷങ്ങളുടെ കാര്യത്തിൽ ഇടപെടുക, അതുപോലെ ഈ സർക്കാർ നിലവിലിരിക്കുന്ന രാഷ്ട്രീയം നിരോധിച്ചുകൊണ്ടുള്ള ഉത്തരവിനെ ഖണ്ഡിച്ചുകൊണ്ട് രാഷ്ട്രീയം വേണമെന്നൊക്കെ പറയുക, ഇത് യഥാർത്ഥത്തിൽ വിദ്യാഭ്യാസത്തിൻ്റെ ഗുണനിലവാരം ഉയർത്തുന്നതിന് വേണ്ടിയാണോ അതോ പുറകോട്ടടിക്കുന്നതാണോ എന്നുള്ളത് ഗൗരവമായി ചർച്ച ചെയ്യേണ്ടിയിരിക്കുന്നു.
അതുകൊണ്ട് ഈ ഖാദർ കമ്മിറ്റി റിപ്പോർട്ട് എന്തോ ഒരു വലിയ മഹാസംഭവമാണ് എന്ന രീതിയിൽ അതിനെ കാണുന്നത് ഒട്ടും ഉചിതമല്ല. ഇത് വളരെ വസ്തുനിഷ്ഠമായി ഇതിനകത്തെ ശുപാർശകൾ ഗുണകരമായിട്ടുണ്ടെങ്കിൽ അത് നടപ്പാക്കുന്നതിനെ സംബന്ധിച്ച് ആർക്കും അഭിപ്രായ വ്യത്യാസം ഉണ്ടാവുകയില്ല. എന്നാൽ ഇപ്പോൾ ഇവിടെ ഉദാഹരണങ്ങളായി കാണിച്ചിട്ടുള്ള വകുപ്പുകളൊക്കെ അത് കടമുഴക്കി എറിഞ്ഞെങ്കിലേ പറ്റുള്ളൂ. അതൊന്നും ഇവിടെ നടപ്പുള്ള കാര്യമല്ല. അദ്ദേഹം പറയുന്നത് ഈ പറഞ്ഞ ദേശീയ വിദ്യാഭ്യാസ നയത്തിൻ്റെ പശ്ചാത്തലം എന്നൊക്കെ അദ്ദേഹം അവിടെ ഇവിടെയൊക്കെ പറയുന്നുണ്ടെങ്കിലും ദേശീയ വിദ്യാഭ്യാസ നയവും ഇതും തമ്മിൽ പുലബന്ധം പോലുമില്ല. ദേശീയ വിദ്യാഭ്യാസ നയം അനുസരിച്ച് 6 വയസ്സിൽ മാത്രമേ 1-ാം ക്ലാസ്സിൽ ചേർക്കാൻ പാടുള്ളൂ. ഇവിടെ കേരളം സ്വീകരിച്ചിരിക്കുന്ന ഈ വർഷവും സ്വീകരിച്ചിരിക്കുന്ന നിലപാട് പഴയ നിലപാടാണ്. 5 വയസ്സിൽ 1-ാം ക്ലാസ്സിൽ ചേർക്കുന്നു. അങ്ങനെ വരുമ്പോൾ +2 കഴിയുമ്പോൾ അല്ലെ 12-ാം ക്ലാസ് കഴിയുമ്പോൾ ഒരു വിദ്യാർത്ഥിക്ക് 17 വയസ്സ് മാത്രമേ ആവുകയുള്ളൂ. അയാൾ വോട്ടവകാശം ലഭിക്കണമെങ്കിൽ വീണ്ടും 1 വർഷം കൂടെ കഴിയണം. അപ്പോൾ അതൊന്നും ആലോചിക്കാതെ, അതായത് ഈ ദേശീയ വിദ്യാഭ്യാസ നയത്തിൻ്റെ എവിടെയൊക്കെയോ മൂലയൊക്കെ കണ്ട് ഇവിടെ 18 വയസ്സാകും പാസ്സാകുമ്പോൾ എന്നൊക്കെ പറയുമ്പോൾ ഇതിനെ സംബന്ധിച്ച് എത്രമാത്രം പഠിച്ച് ആണ് ഇതൊക്കെ തയ്യാറാക്കിയിരിക്കുന്നത് എന്നുള്ള ചോദ്യങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. അതുകൊണ്ട് ആ തരത്തിൽ ഇതിനെ കാണുമ്പോൾ ഈ റിപ്പോർട്ടിലെ പല നിർദ്ദേശങ്ങളും അപ്രായോഗികമാണ്. അതുപോലെ കേരളത്തിലെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കേരളത്തിലെ രാഷ്ട്രീയ സാമൂഹ്യ അന്തരീക്ഷത്തിൽ യോജിച്ചതല്ല. കൺകറന്റ് ലിസ്റ്റിൽ നിന്നൊക്കെ എടുത്തു മാറ്റുന്നതിൻ്റെ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് വളരെ സമഗ്രമായി പഠിക്കണം. ഞാൻ പറഞ്ഞത് ആവർത്തിക്കുന്നില്ല. കോടിക്കണക്കിന് രൂപയുടെ കേന്ദ്ര സഹായമൊക്കെ നഷ്ടപ്പെടുത്തുന്ന രീതിയിലേക്കൊക്കെ കാര്യങ്ങൾ കൊണ്ടെത്തിച്ചാൽ ഇതിൻ്റെ പുറകിൽ പ്രവർത്തിച്ച ആളുകളുടെ വൈദഗ്ധ്യം എത്രയാണ് എന്നുള്ളത് പെട്ടെന്ന് തിരിച്ചറിയാനായി സാധിക്കും. അതുകൊണ്ട് ഈ ഖാദർ കമ്മിറ്റി റിപ്പോർട്ട് വിദ്യാലയ ക്യാമ്പസുകളിൽ രാഷ്ട്രീയമാകാം എന്നൊക്കെയുള്ള ശുപാർശകൾ, അതുപോലെ തന്നെ നിയമനങ്ങളെല്ലാം PSCക്ക് വിട്ടുകൊടുക്കണം എന്നൊക്കെയുള്ള നിർദ്ദേശം, അതുപോലെ ക്ലാസ്സുകളിലെ കുട്ടികളുടെ അധ്യാപക വിദ്യാർത്ഥി റേഷ്യോ അനുപാതത്തെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ ദീർഘമായി ചർച്ച ചെയ്യേണ്ട വിഷയം തന്നെയാണ്. അതൊക്കെ ഉണ്ടാക്കാൻ പോകുന്ന പ്രശ്നങ്ങളെ സംബന്ധിച്ചും സമഗ്രമായി പഠിക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഖാദർ കമ്മിറ്റി റിപ്പോർട്ട് എന്തോ ഒരു വലിയ മഹാസംഭവമാണ് എന്ന രീതിയിൽ അതിനെക്കുറിച്ച് ചർച്ച ചെയ്ത് സമയം കളഞ്ഞിട്ട് വലിയ കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. അതിനകത്ത് ഗുണപരമായിട്ടുള്ള ഏതെങ്കിലും നിർദ്ദേശങ്ങളുണ്ടെങ്കിൽ പ്രായോഗികമായി നടപ്പാക്കാൻ കഴിയുന്നതാണെങ്കിൽ അത് നടപ്പാക്കുക എന്നതിലപ്പുറമായി ഇതിന് വലിയ പ്രാധാന്യം കൊടുക്കേണ്ടതില്ല എന്നാണ് പൊതുസമൂഹത്തിൻ്റെ ഭാഗത്തു നിന്ന് ചിന്തിക്കുമ്പോൾ പറയാനായിട്ടുള്ളത്.